നീ വെറും ഊളയാന്നാ പറഞ്ഞേ. ഓർമ്മയുണ്ടോ ഈ മുഖം? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? സൂക്ഷിച്ച് സംസാരിക്കണം. സൗകര്യം എനിക്ക് പറയാം. ഈ തൃശ്ശൂർ എനിക്ക് വേണം. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എടുക്കുക. കല്ലുങ്ക് സംവാദം, കാപ്പിക്കുടി സദസ്സ്, ലൂട്ടുമാതാവിന്റെ സ്വർണ്ണ കിരീടം, മോശാൻ ഞാറി, കുരുത്തോല പ്രദക്ഷിണം. ഒടുവിൽ കേരളത്തിലെ BJP-യുടെ ആദ്യ ലോക്സഭാ എംപിയായി വൻ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു കയറി. മാത്രമല്ല വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ തൃശ്ശൂർ MP കുറിച്ച്, സുരേഷ് ഗോപിയെ കുറിച്ച് തൃശ്ശൂർകാർക്ക് എന്താണ് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഫാക്ടർ വോട്ടർമാരെ സ്വാധീനിക്കുമോ? വരൂ, നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം. ഈ നിയമസഭയിൽ സുരേഷ് ഗോപി ഫാക്ടർ വർക്കാവോ? BJP-ക്ക് വോട്ട് കൂടുവോ? എവിടെ വേണ്ടായിരുന്നു തോന്നിയോ ജയിപ്പിച്ചതിന് ശേഷം? ഈ ചേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടി പോയേനെ. വർഗീയമായിട്ടുള്ളവര് നീ കൊണ്ടിരിക്കും. ക്ലോസ് ചെയ്തു. ജയിപ്പിച്ച് വിട്ടിട്ട് പിന്നെ എന്തുണ്ടായി? അതെന്റെ വണ്ടി ഒന്ന് പോളിഷ് ചെയ്യണം. ഒരു സുരേഷ് ഗോപി ഫാക്ടർ ഉണ്ടോ തൃശ്ശൂരിൽ? ഉണ്ടായിരുന്നു, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ കുറഞ്ഞു വന്നായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ട് വരാറില്ലേ നിങ്ങളുടെ MP? ഇപ്പൊ കുറെ കാലം കണ്ടിട്ടില്ല. ആണുങ്ങൾക്ക് പൊങ്ങി വെക്കും, പെൺകുട്ടികൾക്ക് താന്ന് വെക്കും. ഇവിടെ വോട്ട് ചെയ്യാനാ തെറ്റായി പോയോ കഴിഞ്ഞ പ്രാവശ്യം വോട്ട്? അവൻ പത്മജയുടെ കൂടെ വരാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായി. കെട്ടിവെച്ച് കാശ് കിട്ടില്ല തോന്നുന്നു. ശരി പോടോ അസൂയക്കളവാ. നീ ഒന്ന് ചുമ്മാ തിരിയടാ. BJP-ക്ക് ഇത്തവണ MPയുടെ പേരിൽ വോട്ട് കിട്ടും. പിന്നെ ഇഷ്ടമുണ്ട്. സദാസമയം പാർട്ടി പ്രവർത്തനമല്ലേ? പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്നില്ല. അത് പറ്റുന്നില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടിന് എന്തെങ്കിലും സംസാരിച്ച് ഒരു 5 മിനിറ്റ് കിട്ടിയാൽ വളരെ സന്തോഷമുണ്ടാവും. അത് കിട്ടുന്നില്ല. എന്റെ ഒരു അനുഭവം വെച്ചാ ഞാൻ പറയുന്നത്. എങ്ങോട്ടെങ്കിലും പോടോ. എന്താ അവനൊന്നും മിണ്ടാതെ പോയത്?